പലസ്തീനികളെ കൊലപ്പെടുത്താൻ വടക്കൻ ഗാസയിലെ കെട്ടിടത്തിൽ കയറിയ ഇസ്രായേലി സൈനിക ബറ്റാലിയൻ പ്ലാറ്റൂണിന് നേരെ ഹമാസിന്റെ കെണിയാക്രമണം. അപ്രതീക്ഷിത ആക്രമണത്തിൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ 432-ാം സബർ ബറ്റാലിയൻ കമ്പനി കമാൻഡറും പ്ലാറ്റൂൺ കമാൻഡറും കൊല്ലപ്പെട്ടു. പ്ലാറ്റൂണിലെ 7 സൈനികർക്ക് പരിക്കേറ്റു. 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ട വിവരവും 7 സൈനികർക്ക് ഗുരുതര പരിക്കേറ്റതും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗാസ സിറ്റിയിലെ യെസ്തോൺ പരിസരത്തുള്ള കെട്ടിടത്തിലായിരുന്നു ഹമാസിന്റെ സ്ഫോടനം. മോഷവ് പരാനിലെ മേജർ ഇഫ്ത ഷഹറാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. ഷൽദാഗ് സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിലെ കോംബാറ്റ് ഓഫീസറും ഗിവാറ്റി ബ്രിഗേഡിന്റെ 432-ാം സബർ ബറ്റാലിയൻ കമ്പനി കമാൻഡറുമായിരുന്നു അദ്ദേഹം. യെരൂഹാം സ്വദേശി ക്യാപ്റ്റൻ ഇറ്റായി സെയ്ഫാണ് കൊല്ലപ്പെട്ട മറ്റൊരാൾ. സബർ ബറ്റാലിയനിലെ പ്ലാറ്റൂൺ കമാൻഡറായിരുന്നു ഇയാൾ. സബർ ബറ്റാലിയനിലെ തന്നെ 7 സൈനികർക്കാണ് ഏറ്റുമുട്ടലിൽ ഗുരുതര പരിക്കേറ്റത്. ഇവരെ ചികിത്സയ്ക്കായി ഇസ്രായേലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഹമാസിന്റെ സൈനിക ശക്തികൾ മനസ്സിലാക്കാനുള്ള സമഗ്രമായ ദൌത്യത്തിലാണ് ഇസ്രായേൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ ദൌത്യം തന്റെ വരും തലമുറയിലേക്ക് നീണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രവർത്തനങ്ങൾ വഴി ഹമാസിന്റെ ശക്തിയെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവരുടെ സൈനിക ശക്തി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇസ്രായേലിന് സാധിക്കില്ലെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. ഒക്ടോബർ 7-നു ശേഷം 10,000-ത്തിലധികം ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ എങ്ങനെയാണ് എണ്ണം തിട്ടപ്പെടുത്തിയതെന്ന് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടില്ല. ഇതു സംബന്ധിച്ച് കൃത്യമായ കണക്ക് ലഭിക്കാൻ പ്രയാസമാണെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. ഹമാസിന്റെ 24 ഗാസ ബറ്റാലിയനുകളിൽ 18 എണ്ണത്തിന്റെ കമാൻഡ് ഘടന സൈന്യം തകർത്തതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. കമാൻഡറെയും ഡെപ്യൂട്ടി കമാൻഡർമാരെയും മറ്റ് ഓഫീസർമാരെയും കൊല്ലുകയും യൂണിറ്റുകളെ നിഷ്പ്രഭമാക്കിയെന്നും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ശേഷിക്കുന്ന ബറ്റാലിയനുകളിലായും സ്വതന്ത്രമായും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ പലരും തുരങ്കങ്ങളിലാണുള്ളതെന്നും ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു. 2 മുതിർന്ന കമാൻഡർമാരായ ഐമാൻ നോഫൽ, അഹമ്മദ് അൽ ഗന്ദൂർ എന്നിവർ കൊല്ലപ്പെട്ടതായി ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ മറ്റ് നഷ്ടങ്ങളെക്കുറിച്ച് ഹമാസ് കാര്യമായൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഇസ്രായേൽ സൈനികരെ സ്ഥിരമായി ആക്രമിക്കുന്നതിന്റെ വിവരങ്ങൾ പുറത്തുവിടാറുമുണ്ട്. ഇസ്രായേൽ സൈന്യവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഹമാസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് അവരുടെ ബലഹീനതയുടെ അടയാളമായാണ് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇത് ഹമാസിന്റെ തന്ത്രമാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. നാശനഷ്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ അവസാനം ഇസ്രായേൽ സൈന്യത്തിന്റെ 401-ാമത്തെ ബ്രിഗേഡ് ഗാസ ആക്രമിച്ചപ്പോൾ നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അറ്റത്ത് എത്താൻ ഒരാഴ്ചത്തെ യുദ്ധം വേണ്ടിവന്നിരുന്നു. എന്നാൽ 3 ആഴ്ച മുൻപ് സൈന്യം ഇത് 2 മണിക്കൂർ കൊണ്ട് സാധ്യമാക്കിയതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. വടക്ക് ഹമാസിന്റെ ശക്തി കുറഞ്ഞതിന്റെ തെളിവാണിത്. ഇവിടെ ഹമാസ് പോരാളികൾ വിശാലമായ സൈനിക വിഭാഗത്തിന്റെ പിന്തുണയില്ലാതെ ഒറ്റപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേൽ സൈനികർ ഇവിടെ നിന്ന് പിൻവാങ്ങിയ ശേഷം വീണ്ടും തിരിച്ചെത്തുകയുണ്ടായി. ഇത് ഹമാസ് ഇപ്പോഴും അവിടെ സജീവമാണെന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. കുറഞ്ഞത് 5000 ഹമാസ് പോരാളികളെങ്കിലും വടക്കൻ മേഖലയിൽ അവശേഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നതായി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇവർ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിക്കാനും കരസേനയെ ആക്രമിക്കാനും കഴിവുള്ള ശക്തിയായി തുടരുകയാണ്. വടക്കൻ ഗാസയിൽ ഹമാസ് പൂർണ്ണമായും പരാജയപ്പെട്ടിട്ടില്ല എന്ന് വടക്ക് പ്രവർത്തിക്കുന്ന നഹാൽ ബ്രിഗേഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് കേണൽ നോച്ചി മണ്ഡൽ പറഞ്ഞു. തങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ചെയ്യാനുണ്ട്. നവംബറിൽ ഇസ്രായേൽ സൈന്യം ആക്രമിച്ച അൽഷിഫ ആശുപത്രിയിലേക്കും വീണ്ടും സൈന്യം എത്തിയിട്ടുണ്ട്. വരും ആഴ്ചകളിൽ വടക്കിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും നീങ്ങും. എന്നിരുന്നാലും സൈന്യം മുൻപത്തേതുപോലെ ശക്തമായ തിരിച്ചടി നേരിടുന്നില്ലെന്നും കേണൽ മണ്ഡൽ ഊന്നി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.